ഹായ് ഓൾ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് IAS 23 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. ഇപ്പം IAS 16 PPE, IAS 14 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഇങ്ങനെ പല സ്റ്റാൻഡേർഡ്സുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാൻഡേർഡാണ് IAS 23 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് കമ്പയറിംഗ് ടു അതർ സ്റ്റാൻഡേർഡ്സ്. ഇത് ഭയങ്കര കോംപ്ലക്സ് ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പേര് പോലെ തന്നെ ബോറോയിങ് കോസ്റ്റ്. എന്താ ബോറോയിങ് കോസ്റ്റ്? ബോറോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ കടം വാങ്ങാം. ഓക്കെ, നമ്മൾ കടം വാങ്ങാം. സോ കടം വാങ്ങുമ്പോൾ നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. നമ്മൾ ബോറോ ചെയ്യുന്ന സമയത്ത് കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ അവർക്ക് പല ചിലവുകളും വരുന്നുണ്ട്. അതിനാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുക. അതെന്താണെന്ന് സ്പെസിഫിക്കലി ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കടം വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റിനാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ സിമ്പിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ എടുക്കുക. സോ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂഷ്വലി ഈ ഒരു ഇൻട്രസ്റ്റിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പി ആൻഡ് എല്ലിൽ കാണിക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു എക്സംഷൻ ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് വേറെ തന്നെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം. ഈ ഒരു ഇൻട്രസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ഒരു ഹോൾ സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു സ്റ്റോറി വെച്ചിട്ട് പറയാം. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് $15 മില്യൺ ആവശ്യമുണ്ട്. ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ $15 മില്യൺ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു $13 മില്യൺ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലാണെങ്കിലോ $13 മില്യൺ ഉള്ളൂ. സോ ഒരു $20 മില്യൺ ഷോർട്ടേജ് ഉണ്ട്. ഓക്കെ, സോ $20 മില്യൺ കുറവാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു. ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നു. എത്ര? $20 മില്യൺ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നു. ഓക്കെ, സോ ബാങ്ക് വെറുതെ നിങ്ങൾക്ക് തരുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആൻഡ് നിങ്ങളോട് പറഞ്ഞത് ഒരു 8% ഇൻട്രസ്റ്റ് ആണ്. 8% ഇൻട്രസ്റ്റ് ആണ് നിങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 20 മില്യൻ്റെ 8% എത്ര വരിക? 20 × 8% എന്ന് പറയുമ്പം $1.6 മില്യൺ. സോ $1.6 മില്യൺ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ആൻഡ് യൂഷ്വൽ കേസിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഈ വരുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് P&L കാണിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്ക്. ഈ ഒരു 20 മില്യൺ ഞാൻ എടുക്കേണ്ട ആവശ്യം, ഈ ഒരു 20 മില്യൺ ഞാൻ എന്തിനാണ് എടുത്തത്? ഈ ഒരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റ് വന്നതും. ഇൻട്രസ്റ്റ് വന്നിട്ടാണ് ഈ 1.6 മില്യൺ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് വന്നിട്ട് എനിക്കൊരു ചിലവായി മാറിയത്. സോ ഈ ഒരു ചിലവ് 1.6 മില്യൺ എന്ന് പറയുന്ന ഈ ഒരു ചിലവ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് തന്നെയല്ലേ? ഈ അസറ്റ് ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോൺ എടുത്തത്. ആ ലോണിന് വന്ന ഇൻട്രസ്റ്റ് ഈ അസറ്റിൻ്റെ ചിലവ് തന്നെയല്ലേ? ഈ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലേ? അതാണ് ചോദ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോണിൻ്റെ മേലെ വരുന്ന ബോറോയിങ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ അസറ്റിൻ്റെ എക്സ്പെൻസ്, സോ ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. അതാണ് IAS 23 ബോറോയിങ് കോസ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് അസറ്റിൻ്റെ കോസ്റ്റായി കാണിക്കാൻ സാധിക്കും. സോ ഈ കേസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ ഈ അസറ്റിന് നമ്മൾ പറഞ്ഞത് $15 മില്യൺ ചിലവുണ്ടെന്നാണ്. പ്ലസ് 1.6 മില്യൺ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് കാണിക്കാം. വിച്ച് ഈസ് $51.6 മില്യൺ ആണ് ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ഇനി നമ്മൾ നമ്മളെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇനി ഇതേ ഫിഗർ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ബോറോയിങ് കോസ്റ്റിൻ്റെ ഒരു ബേഗ് ഐഡിയ ആണ് ഇപ്പം പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ബോറോയിങ് കോസ്റ്റിൻ്റെ ഡിഫറൻസ് വരുന്നത്. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസിന് നമ്മൾ P&L ചാർജ് ചെയ്യും. ഇവിടെ വരുമ്പം എന്താണ്, ഈ അസറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ ലോൺ എടുത്തത് എന്നുള്ള തോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോണിന് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ ഫിഗർ നമ്മൾ P&L കാണിക്കാതെ ഈ ഒരു അസറ്റിൻ്റെ തന്നെ കോസ്റ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഏതൊക്കെ അസറ്റ്സിനെയാണ് നമുക്ക് ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളത്, ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ പല ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മൂവിങ് ഫോർവേഡ് സ്പെസിഫിക്കലി നമുക്ക് പാർട്ടായിട്ട് പഠിക്കാം. ഇപ്പം ഒരു വേഗ് ഐഡിയ ആണ് തന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണും ബോറോയിങ് കോസ്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ? ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എൻ എൻറ്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് ബോറോയിങ് ഓഫ് ഫണ്ട്. അതായത് ഒരു ഫണ്ട് നമ്മൾ വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനിക്ക് എന്തൊക്കെ ചിലവ് വരുന്നുണ്ടോ അതാണ് ബോറോയിങ് കോസ്റ്റായിട്ട് വരുന്നത്. വെറും ഇൻട്രസ്റ്റ് മാത്രമല്ല. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എടുത്തത്. പക്ഷേ ഒരു കമ്പനിക്ക് ഇൻട്രസ്റ്റ് മാത്രമല്ല, വേറെ പല ചിലവുകളും വരും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇവിടെ കാണുന്നത് പോലെ എന്തൊക്കെയാണ് ബോറോയിങ് കോസ്റ്റിന് അണ്ടറിൽ വരിക? ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ്
ആണ് ഇവിടെ ഒരു വലിയതായിട്ട് കൊടുത്തിരിക്കുന്നത് IFRS 9 പ്രകാരം. അതുതന്നെ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ്, അതായത് കൂപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ്, അതായത് P&L കാണിക്കുന്ന ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് വേണം നമ്മളിവിടെ കാണിക്കാൻ, ബോറോയിങ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ലീസ് ലയബിലിറ്റി കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് വരാറുണ്ട്. അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് വരാറുണ്ട്. അത് നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്ത് കാണിക്കാറുണ്ട്. സോ ഈ കേസിലാണെങ്കിൽ ഈ അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊരു ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലീസ് ലയബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇനി നമ്മൾ ലോൺ എടുത്തത് ഒരു ലൈക്ക് വേറെ കൺട്രിയിൽ നിന്നാണ്, വേറെ രാജ്യത്തുള്ള ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തെങ്കിൽ അവിടെ എന്താ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ കാരണം നമുക്ക് നഷ്ടമൊക്കെ വരും. അതും നമുക്ക് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ്, ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ഈ ഒരു ബോറോയിങ് എടുത്തതെങ്കിൽ അവിടെ വരുന്ന എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഡിഫറൻസ് കാരണം വരാൻ പോകുന്ന നഷ്ടമൊക്കെ നമുക്ക് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് പറയാനുള്ളതാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആരൊക്കെയാണ്? ഒന്ന് റിഡീമബിളും, രണ്ട് ഇർറിഡീമബിളും. ഓക്കെ, സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് റിഡീം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഡെപ്റ്റ് പോലെയാണ്, ഒരു കടം വാങ്ങിയത് പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇവർ ഇർറിഡീമബിൾ ആയതുകൊണ്ട് തന്നെ ഇക്വിറ്റി പോലെയാണ് ട്രീറ്റ് ചെയ്യുക. സോ ഇതിൽ ഇവർക്ക് കൊടുക്കുന്ന, അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലൈക്ക് ഡിവിഡൻഡ് ഉണ്ടാവുമല്ലോ, ഈ ഡിവിഡൻറ്റിനെ നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നാലാമത്തെ പോയിന്റ് എന്താ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതും എല്ലാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അല്ല, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ബോറോയിങ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് വെറും ഇൻട്രസ്റ്റ് ആണ് ബോറോയിങ് കോസ്റ്റ് എന്നാണ് പഠിക്കുക, അല്ല ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ വരെ വരും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റഡി ഹബിൽ കൊടുത്താണ്, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിക്കോ. കാരണം നമ്മൾ MCQs ചെയ്യുന്ന സമയത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് തിയറി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞു ബോറോയിങ് കോസ്റ്റ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ എല്ലാ ബോറോയിങ് കോസ്റ്റും, അതായത് ഏത് ലോൺ എടുത്താൽ വരുന്ന ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പലിശയും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, അതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബോറോയിങ് കോസ്റ്റ് ഡയറക്ട്ലി attributable to the acquisition, construction or production of a qualifying asset must be capitalized. അതായത് ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ മേലെ വരുന്ന, അല്ലെങ്കിൽ ക്വാളിഫയിങ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബോറോയിങ് കോസ്റ്റ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന അടുത്ത ഡൗട്ട്, എന്താണ് ഒരു ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്? സോ ക്വാളിഫയിങ് അസറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ക്വാളിഫയിങ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ an asset that necessarily takes substantial period of time to get ready for its intended use or sale. അതായത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുത്തിട്ട്, കാര്യമായിട്ടുള്ള സമയം എടുത്തിട്ടാണ് ഈ ഒരു അസറ്റ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മളൊരു ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത്, ഇതിനെ ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 1 വർഷമാണോ, 2 വർഷമാണോ, അല്ലെങ്കിൽ 6 മാസമാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരിക്കലും ഇവരെ സ്റ്റാൻഡേർഡിൽ സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, ഇത്ര ടൈമാണ് എന്ത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടില്ല. ഇത് ടോട്ടലി എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറയും 6 മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്വാളിഫയിങ് അസറ്റ് ആണ് എന്നുള്ള രീതിയിൽ മാനേജ്മെൻ്റ് ആണ് ഡിസൈഡ് ചെയ്യുക അവരുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ. സോ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുത്തിട്ട് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന അസറ്റിനാണ് നമ്മൾ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എന്തിൻ്റെ? ക്വാളിഫയിങ് അസറ്റ്സിൻ്റെ. ഒന്നാമത് പറയാനുള്ളത് മാനുഫാക്ചറിങ് പ്ലാന്റ്. അതായത് മാനുഫാക്ചറിങ് പ്ലാന്റ് ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല, വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതേപോലെ പവർ ജനറേഷൻ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്, അസറ്റ് തന്നെ ആവണമെന്നില്ല, PPE തന്നെ ആവണമെന്നില്ല, സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ അസറ്റ്സും നമുക്ക് ഒരു ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈവൻ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇൻവെൻട്രി വരെ വരും. എല്ലാ ഇൻവെൻട്രിയും വരില്ല, സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുത്തിട്ട് നമ്മൾ സെല്ലബിൾ കണ്ടീഷനിലേക്ക് ആക്കുന്ന ലൈക്ക് ഇൻവെൻട്രീസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിസ്കിയൊക്കെയാണ്. വിസ്കിയൊക്കെ ചിലപ്പോൾ 3 വർഷമൊക്കെ ബാരൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എൻഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. സോ ആ 3 വർഷം എന്ന് പറയുന്നത് എന്താ, ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡാണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സെപ്ഷണൽ കേസാണ് ഈ വിസ്കി എന്നൊക്കെ പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഏതൊക്കെയാണ് ഒരു ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്.
ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ നമ്മൾ ക്വാളിഫയിങ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വിച്ച് ഡു നോട്ട് ക്വാളിഫൈ ആസ് എ ക്വാളിഫയിങ് അസറ്റ് എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ നമ്മൾ റൂട്ടീൻലി, അതായത് റെഗുലർ ബേസിസിൽ ഉണ്ടാക്കുന്ന ഇൻവെൻട്രീസ് ഒക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഒരു ബാഗ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമ്മളെല്ലാ വീക്കിലും ബാഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബാഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ക്വാളിഫയിങ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. റെഗുലർ ബേസിസിൽ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതെന്തല്ല, ഒരു ക്വാളിഫയിങ് അസറ്റ് അല്ല. സോ നെക്സ്റ്റ് പറയാനുള്ളത് അസറ്റ് റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെൽ വെൻ അക്വയർഡ്. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അത് ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്, നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂസബിൾ കണ്ടീഷനിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ബോറോയിങ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഈ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഈ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തത് ലെറ്റ്സ് സേ ഒരു 20 മില്യൺ ആണ്. ഈ 20 മില്യൺ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ 20 മില്യൺ ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തത്. സോ ഇതിൻ്റെ മേലെ എന്ത് വരും, പലിശ വരും. ലെറ്റ്സ് സേ ഒരു 10% ആണ് എന്ത് വരുന്നത്, പലിശ വരുന്നത്. അപ്പം ലെറ്റ്സ് സേ 20 മില്യൻ്റെ മേലെ 10% എന്ന് പറയുമ്പോൾ ഒരു $2 മില്യൺ എനിക്ക് എന്ത് വരും, ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഈ $2 മില്യൺ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്, ഈ ഒരു അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ ഞാൻ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ നേരത്തെ ക്രൈറ്റീരിയ പറഞ്ഞത്, ഈ ഒരു അസറ്റ് കൺസ്ട്രക്ഷൻ ഫേസിൽ വരുന്ന എക്സ്പെൻസസിനാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഏത് മുതലാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യുക, ഏത് വരെയാണ് നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക, ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സസ്പെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ 3 ഏരിയാസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത് ഏത് മുതലാണ് നമ്മൾ കമൻസ് ചെയ്യേണ്ടത്, അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് പോയിന്റിലാണ്, സ്റ്റാർട്ട്, ആൻഡ് എൻഡ് ചെയ്യേണ്ടത് ഏത് പോയിന്റിലാണ്. ഈ ഒരു ക്യാപിറ്റലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, എൻഡ് ചെയ്യേണ്ടത് എവിടെയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സസ്പെൻഷൻ, ഇതിനിടയിൽ എന്തെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ വരുമോ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഏത് പോയിന്റ് മുതലാണ് നമ്മൾ ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, ആ കമൻസ് ചെയ്യേണ്ട പോയിന്റ്, സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയാസും, അതിൽ ഒന്നല്ല 3 ക്രൈറ്റീരിയാസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ഈസ് ബീങ് ഇൻകേർഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് എസ്യൂം ചെയ്യാം. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലോൺ എടുത്തിട്ട് നമുക്ക് എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത് തുടങ്ങണം. അതായത് നമുക്ക് ഈ ഒരു അസറ്റിൻ്റെ മേലെ പൈസ ചിലവായി തുടങ്ങണം, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി തുടങ്ങണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ചിലപ്പം ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർക്ക് കൊടുക്കുന്ന പൈസയാവാം, അങ്ങനെ എന്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി തുടങ്ങണം, ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി രണ്ടാമത്തത് ബോറോയിങ് കോസ്റ്റ് ആർ ബീങ് ഇൻകേർഡ്. നമുക്ക് ഈ ഒരു ലോൺ ഉണ്ടല്ലോ, ഈ ലോണിൻ്റെ മേലെ എന്ത് വരും, നമുക്ക് ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റിനാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് ചിലവായി തുടങ്ങണം, ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങണം. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ വന്ന് തുടങ്ങണം എന്നുള്ളത്. അത് പറയുന്നതാണെങ്കിൽ ഈ ലോൺ എടുത്താൽ ആ സ്പോട്ട് തൊട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചിലവ് വന്ന് തുടങ്ങും. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഈ കഥയിൽ ലെറ്റ്സ് ഈ ടൈം ലൈൻ തന്നെ വരച്ച് പറയാം. ഞാൻ ഫെബ്രുവരി 1 അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ബിൽഡിങ്ങിന് വേണ്ടി എഞ്ചിനീയർക്ക് പൈസ കൊടുത്തു. സോ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇവിടെ വെച്ച് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഈ ലോൺ എടുത്തത്. ഈ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തത് ഏപ്രിൽ 1 എനിക്ക് മനസ്സിലായത് ഇപ്പം എൻ്റെ കയ്യിലുള്ള പൈസ തികയില്ല, ഞാൻ ഈ ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നത് ഏപ്രിൽ 1 എസ്യൂം ചെയ്യുക, അതായത് ഈ പോയിന്റിൽ. സോ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഏപ്രിൽ 1 ഞാൻ ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുന്ന ആ പോയിന്റ് തൊട്ട് എനിക്ക് എന്ത് വരും, പലിശ വരും, അതായത് പലിശ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട വരും. സോ ഇവിടെ നിന്നാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത് ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദി അസറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ്. അതായത് ഈ ഒരു അസറ്റിൻ്റെ മേലെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഈ ഒരു അസറ്റിൻ്റെ മേലെ പണി തുടങ്ങണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്നാമത്തെ പോയിന്റ് തന്നെയല്ലേ പറഞ്ഞേ, അല്ല. ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകണം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ, അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ എന്തിനാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, യൂസ് ചെയ്യാനായിക്കോട്ടെ സെല് ചെയ്യാനായിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ
ഈ കഥയിൽ ഇമാജിൻ ചെയ്യാം, ഞാൻ ആദ്യം എന്ത് ചെയ്തു, 1-ാം തീയതി, അതായത് ഫെബ്രുവരി 1-ാം തീയതി ഈ പോയിന്റിൽ വെച്ച്, കളർ മാറ്റാം, ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എഞ്ചിനീയർക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തു, എൻ്റെ എഞ്ചിനീയർക്ക് പൈസ കൊടുത്തു, എൻ്റെ എക്സ്പെൻസ് ഉണ്ടായി തുടങ്ങി. അതായത് 1-ാമത്തെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്ത് എൻ്റെ കയ്യിലുള്ള പൈസ പോരാ. അപ്പോൾ ഏപ്രിൽ 1-ന് ഞാൻ എന്ത് ചെയ്തു, പോയി ലോൺ എടുത്തു. ഏപ്രിൽ 1-ന് പോയി ലോൺ എടുത്തു. അപ്പോൾ ഇൻട്രസ്റ്റും ഇൻകർ ചെയ്ത് തുടങ്ങി. ഇനി എൻ്റെ എഞ്ചിനീയർ എല്ലാം കഴിഞ്ഞിട്ട് മെയ് 1-നാണ്, അതായത് ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഇയാൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഇയാൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇവിടെ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്ത് എന്ന് കഴിഞ്ഞാൽ ആ പോയിന്റ് എവിടെയാണ് വരുന്നത്? അതെ, മെയ് 1-നാണ്. ഈ പോയിന്റ് തൊട്ടാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോയിന്റ് തൊട്ട് വരാൻ പോകുന്ന ബോറോയിങ് കോസ്റ്റിനെ എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോയിന്റ്. സോ ഞാൻ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയാസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. 3 ക്രൈറ്റീരിയാസ് ആണ് ഇനീഷ്യലി പറഞ്ഞത്. സോ ഈ കഥ പ്രകാരമാണെങ്കിൽ മെയ് 1 തൊട്ട്, അതായത് ഈ ഡേറ്റ് തൊട്ട് വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ 3-ാമത്തെ പോയിന്റ്, ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദി അസറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസേഴ്സ് ഷുഡ് ബി സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ഇതിൻ്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇതിൻ്റെ പണി തന്നെ തുടങ്ങണം. അല്ലെങ്കിൽ ഈ പണി തുടങ്ങുന്നതിന് മുമ്പേ കുറേ ക്ലറിക്കൽ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ടെക്നിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാനും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടണം, പഞ്ചായത്തിൽ നിന്നൊക്കെ. സോ ഇതൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പേപ്പർ വർക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, ഓക്കെ എൻ്റെ പേപ്പർ വർക്ക് നടക്കുന്നുണ്ടല്ലോ, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ലാൻഡ് വാങ്ങിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കില്ല, വീട് ഉണ്ടാക്കണം, എന്ത് ഞാൻ ലാൻഡ് വാങ്ങി, ഈ ലാൻഡ് വാങ്ങിയിട്ട് അവിടെ പിന്നെ വർക്കും കാര്യങ്ങളും ഒന്നും നടക്കില്ല, ആ ലാൻഡും ഹോൾഡ് ചെയ്ത് ഞാനിങ്ങനെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹോൾഡിംഗ് an asset when there is no production or development that changes its condition. അതായത് ആ ഒരു ലാൻഡിൻ്റെ കണ്ടീഷൻ മാറ്റുന്ന പ്രത്യേകിച്ച് പണിയൊന്നും നടക്കുന്നില്ല, ലാൻഡ് വാങ്ങി അത് അവിടെ വെറുതെ വെച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 3-ാമത്തെ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ വൺസ് ക്യാപിറ്റലൈസേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ഏത് വരെയാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ലോൺ എടുത്തു, അതിൻ്റെ മേലെ പലിശ വന്നു, ഈ പലിശ നമുക്ക് അസറ്റിൻ്റെ ചിലവായിട്ട് കാണിക്കാൻ പറ്റും, ആണ് ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയാം. ഇത് ഏത് വരെ, ഈ ലോൺ അടച്ച് തീരുന്നത് വരെ അല്ലെങ്കിൽ ഈ അടക്കുന്ന മൊത്തം പലിശയും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഏത് പോയിന്റ് വരെയാണോ ഈ ഒരു അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ സീസ് ചെയ്യുന്നത്, നിൽക്കുന്നത്, അതായത് അസറ്റ് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിയുന്ന പോയിന്റ് ഏത് വരെയാണോ അതുവരെ വരുന്ന കോസ്റ്റിനെ നമുക്ക് ബോറോയിങ് കോസ്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം വരുന്ന ബോറോയിങ് കോസ്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു അസറ്റ്, ഈ ഒരു ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് ഇത് ഒരു November 1 അല്ലെങ്കിൽ November 13, ലാസ്റ്റ് November end വരെ കൂട്ടാം. ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു ഡേ ആയപ്പോൾ എന്തായി, ഈ ഒരു അസറ്റ് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് ഡൺ ആണ്. ഓക്കെ, സോ ഇതുവരെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ മെയ്യിലാണ് തുടങ്ങിയ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 1 2 3 4 5 6 7 6 മാസം അല്ല 7 മാസം. ഓക്കെ, 7 months. ഈ 7 monthsലേക്ക് വരുന്ന ബോറോയിങ് കോസ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലോൺ എടുത്തിരിക്കുന്ന, ലെറ്റ്സ് നിങ്ങൾ ഈ ലോൺ എടുത്തിരിക്കുന്ന ഒരു 5 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂഷ്വലി 5 വർഷത്തേക്കൊക്കെയാണ് ലോൺ എടുക്കാറ്. 5 വർഷത്തേക്കാണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടം വരെയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന എക്സ്പെൻസ്, അതായത് വൺസ് ഈ അസറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസിനെ യൂഷ്വലി നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ എക്സ്പെൻസ് ആയിട്ട് തന്നെ P&L കാണിക്കണം. ഓക്കെ, സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഏത് വരെ ചെയ്യാൻ പറ്റും, നമ്മൾ അസറ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുന്നത് വരെ, അതിൻ്റെ സെസഷൻ, അതായത് സീസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതുവരെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ ഈ കഥയിൽ നമുക്ക് ഒരു ന്യൂമറിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 10 million ആണ്. 10 million ആണ് ലോണായിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് 10 million ലെറ്റ്സ് സേ അവർ ചാർജ് ചെയ്യാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 10% ആണ്. സോ 10% ആണ് ഇൻട്രസ്റ്റ്. സോ യൂഷ്വലി നമ്മൾ ഇൻട്രസ്റ്റ് പറയാം ഒരു വർഷത്തേക്കല്ലാണ് 10% എന്ന് പറയുന്നത്. സോ നിങ്ങൾ ലോൺ എടുത്ത പീരീഡ് എപ്പോഴാണ് വരുന്നത്, ലോൺ എടുത്ത എപ്പോഴാണ് പറഞ്ഞത്, April 1 ലോൺ എടുത്തത്. ഓക്കെ, സോ April 1 തൊട്ട് April, May,
ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ നോക്കുന്നതാണെങ്കിൽ 9 മാസമാണ്, മൊത്തം 9 months ആണ് നിങ്ങൾ ലോൺ എടുത്തിട്ട് ഈ വർഷം നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരിക 9 മാസത്തേക്ക്. സോ 10 million ഇൻറ്റു 10% എന്ന് പറയുമ്പം എത്ര കിട്ടും? 1 million കിട്ടും. അതേ ഇൻറ്റു 9/12 1 million ഇൻറ്റു 9/12 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.75 million 0.75 million എന്ന് പറയുന്ന ഫിഗർ കിട്ടും. ഈ 0.75 million ആണ് മൊത്തമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ഇതിൽ എത്ര നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും, എത്ര നിങ്ങൾ എക്സ്പെൻസായി കാണിക്കണം എന്നുള്ളതാണ് ചോദ്യം. സോ ഇത്രയും നേരം പഠിച്ച് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് 0.75 million എന്ന് വരാൻ പോകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും? സോ നമ്മൾ സ്റ്റോറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തം 9 മാസം, അതായത് ഈ പോയിന്റ് മുതൽ, കളർ മാറ്റാം, ഈ പോയിന്റ് മുതൽ നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾ പലിശ അടച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ഇതിന് ശേഷം അടക്കുന്നത് അത് അടുത്ത വർഷമാണ്, നമ്മൾ നോക്കണ്ട. ഓക്കെ, സോ ഇതിങ്ങനെ അടച്ചത് 9 മാസമാണ്. ഇതിൽ 7 മാസം, അതായത് മെയ് മുതൽ നവംബർ ലാസ്റ്റ് വരെ 7 മാസം നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത പോയിന്റ് ആയിരുന്നു. അപ്പോൾ ആ 7 മാസത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റിനെ നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് P&L ട്രീറ്റ് ചെയ്യണം. സോ ഇതിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ 0.75 million എന്ന് പറയുന്ന ഫിഗർ ഇൻറ്റു 7/9 എന്ന് പറയുന്ന ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. അതേപോലെ 0.75 ഇൻറ്റു 2/9 എന്ന് പറയുന്ന ഫിഗർ, അതായത് 2 മാസത്തെ ഫിഗർ, ഡിസംബറത്തെയും അതേപോലെ ഏപ്രിലത്തെയും ഈ 2 മാസത്തെ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഔട്ട് ചെയ്യണം. അത് ഫിഗർ എത്രയാണ് നിങ്ങൾ സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 0.583 എന്ന് പറയുന്നത് 0.583 ആണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഫിഗറായിട്ട് കിട്ടേണ്ടത്. അതേപോലെ എക്സ്പെൻസ് ഔട്ട് ചെയ്യേണ്ടത് 0.166 million ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻസ് ഔട്ട് ചെയ്യേണ്ടത്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ എന്താ പഠിച്ചത്? ഇവിടെ നമുക്ക് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയാസ് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ പോയിന്റ് മുതലാണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക. ആ പോയിന്റ് മുതൽ വരുന്ന ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് വരെ? നമ്മുടെ അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് പോയിന്റ് വരെയാണോ സീസ് ചെയ്യുന്നത്, അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന പോയിന്റ് ഏത് വരെയാണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾ കുറച്ചുകൂടി റിയലിസ്റ്റിക്കലി ചിന്തിച്ച് നോക്ക്. നമ്മുടെ അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പേസിൽ ടുവേർഡ്സ് എൻഡ് വരെ പോകണമെന്നുണ്ടോ? ഇല്ല. ഇടയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നേക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണിക്കാർ നമ്മളുമായിട്ട് പ്രശ്നമായിട്ട് അവരെ പണി മുടക്കി, അല്ലെങ്കിൽ 1 മാസം അവർ വന്നിട്ടില്ല, അല്ലെങ്കിൽ 2 മാസത്തേക്ക് അവർ നാട്ടിൽ പോയി പണി നടന്നില്ല എന്നൊക്കെ കൂട്ടിക്കും. അങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിച്ചേക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതാണ് ഇവിടെ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. അതായത് ചില പോയിന്റിൽ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? നമ്മളെ പണിക്കാർ ഈ കഥ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ലെറ്റ്സ് സേ ജൂലൈ ലാസ്റ്റ് ആയപ്പം നമ്മുടെ കൂടെയുള്ള പണിക്കാർ എന്ത് ചെയ്തു? നമ്മളായിട്ട് പ്രശ്നത്തിലായിട്ട് പണി ചെയ്യില്ല, അല്ലെങ്കിൽ എഞ്ചിനീയർ പറഞ്ഞിട്ട് പണി ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓഗസ്റ്റ് അതേപോലെ തന്നെ സെപ്റ്റംബർ ഈ 2 മന്തിന് നമ്മളെ പണിയൊന്നും നടന്നിട്ടില്ല എന്ന് അസ്യൂം ചെയ്യാം. പക്ഷേ നമുക്ക് എന്തുണ്ട്? ബോറോയിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൺസ് ലോൺ എടുത്താൽ അതിനുള്ള ചിലവും കാര്യങ്ങളും നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 മന്ത് പണി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നേരത്തെ 0.75 ഇൻറ്റു 7/9 ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 0.75 ഇൻറ്റു 5/9 ചെയ്യണം. കാരണം ഈ ഓഗസ്റ്റ് അതേപോലെ തന്നെ സെപ്റ്റംബർ ഈ 2 മന്തും ഇനി ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് സസ്പെൻഷൻ വരും. അതായത് സസ്പെൻഷൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ? ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി സസ്പെൻഡഡ് ഡ്യൂറിങ് ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ഇൻ വിച്ച് ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്ററപ്റ്റഡ്. അതായത് നമ്മളെ ഡെവലപ്മെൻറ്റിനെ, ഈ ഒരു കൺസ്ട്രക്ഷൻ ഏതെങ്കിലും രീതിയിൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക് ഇൻ്ററപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. പണിക്കാർ നമ്മളായിട്ട് സ്ട്രൈക്ക് വിളിച്ചിട്ട് നാട്ടിൽ പോകുക, അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രശ്നത്തിലായിട്ട് അവർ പണി ചെയ്യാതിരിക്കുക. ഇനി ഇവിടെ ആഡ് ഓൺ ആയിട്ട് ഇവർ സ്റ്റഡി ഹബിൽ കൊടുത്ത കാര്യമാണ്. ഹൗഎവർ ക്യാപിറ്റലൈസേഷൻ ഈസ് നോട്ട് നോർമലി സസ്പെൻഡഡ്. ചില സിറ്റുവേഷനിൽ പണി നിന്ന് പോയാലും അവരെന്ത് ചെയ്യില്ല? ക്യാപിറ്റലൈസേഷനെ സ്റ്റോപ്പ് ചെയ്യില്ല, സസ്പെൻഡ് ചെയ്യില്ല. അതേത് സിറ്റുവേഷനൊക്കെയാണ് നമുക്ക് നോക്കാം.
ഒന്നാമത്തത് എന്താണ്, ഡ്യൂറിങ് ദ പീരീഡ് വെൻ ദ സബ്സ്റ്റാൻഷ്യൽ ടെക്നിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഈസ് ബീങ് ക്യാരിഡ് ഔട്ട്. അതായത് നമ്മളെ പണി നിന്നുപോയി, പക്ഷേ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക് എൻഡിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഫോർ ദ ടൈം ബീങ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വർക്ക്, പേപ്പർ വർക്ക്, പഞ്ചായത്ത് പോയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇവിടെ നമ്മൾ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, വെൻ ദ ടെമ്പററി ഡിലേ ഈസ് നെസസറി പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് അസെറ്റ് ഫോർ ദ ഇൻറ്റൻഡഡ് യൂസർ സെയിൽ. അതായത് ഈ ഒരു ടെമ്പററി ഡിലേ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്, ഈ ടെമ്പററി ഡിലേ വന്നേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ലെറ്റ്സ് സേ ഒരു പാലം പണിയാണ്, എസ്യൂം ചെയ്യാം. ഓക്കെ, ഒരു പാലം പണിയാണ്. ഓക്കെ, സോ ഈ പാലം പണിയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാലം റെയിനി സീസണിൽ ഇതിൻ്റെ പണി നടക്കില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, പാലം എന്ന് പറയുന്നത് റെയിനി സീസണിൽ നടക്കില്ല. കാരണം റിവറിൽ വെള്ളവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അതായത് റിവറിൽ വെള്ളവും കാര്യങ്ങളും ഉണ്ടാവും റെയിനി സീസണിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആ സീസണിൽ നടക്കണമെന്നില്ല. അപ്പോൾ നിർബന്ധമാണ് ഈ ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ചില പെർട്ടിക്കുലർ ഒക്കേഷനിൽ പണി നടക്കില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാണ് ഈ ഒരു പാലം കൺസ്ട്രക്ട് ചെയ്യുന്നത്, എസ്യൂം ചെയ്യുക. നമുക്ക് മൺസൂൺ സീസൺ വരുന്നത് ലെറ്റ്സ് സേ ജൂൺ ടു ഒരു സെപ്റ്റംബർ വരെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ 4 മാസമാണ്. സോ നമുക്കറിയാം 4 മാസം എന്താണ്, എല്ലാ വർഷവും ഈ ഒരു 4 മാസം ഈ പാലത്തിൻ്റെ പണി നടക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോറോയിങ് കോസ്റ്റ് എടുത്തിട്ട് ഈ 4 മാസം, അതായത് ഈ ഒരു 4 മാസം പണി നടക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബോറോയിങ് കോസ്റ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പാടില്ല. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്താണ്, ഇത് ടെമ്പററി ഡിലേ മാൻഡേറ്ററി ആണ്. എല്ലാ വർഷവും മഴ വരും, മഴ വരുന്നതുകൊണ്ട് തന്നെ ഈ 4 മാസം ലൈക്ക് പണി നടക്കില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിനെയും ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. വെൻ എ ടെമ്പററി ഡിലേ ഈസ് നെസസറി പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് അസെറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസർ സെയിൽ. ഈ പാലത്തിൻ്റെ എക്സാമ്പിളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. സോ എപ്പോൾ നമ്മൾ കമൻസ് ചെയ്യണം, എവിടെ വെച്ച് സസ്പെൻഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു, എവിടെ വെച്ച് സീസ് ചെയ്യണം എന്നും നമ്മൾ പറഞ്ഞു. സീസ് ചെയ്യണം പറഞ്ഞ പോയിന്റ് കുറച്ചുകൂടി സ്പെസിഫിക്കലി പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്യാപിറ്റലൈസേഷൻ സീസസ് വെൻ substantially all of the activities necessary to prepare the qualifying asset for its intended user sale is complete. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ഒരു അസറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മൊത്തം പർപ്പസ് അല്ലെങ്കിൽ മൊത്തം കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ അസറ്റ്, ഇപ്പോൾ ലെറ്റ്സ് എ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മൊത്തം പണി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക്കലി ചിന്തിക്കാം. അതായത് എപ്പോഴും ഒരു ലോൺ എടുത്തിട്ടാവണം എന്നില്ല നമ്മളൊരു കൺസ്ട്രക്ഷനെ ഫണ്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം ഒരു ലോൺ എടുത്തിട്ടുണ്ടാവും. ലെറ്റ്സ് സേ 10 million ആണ് എനിക്ക് വേണ്ട ഫിഗർ, 10 million ആണ്. ഈ 10 million വേണ്ടിയിട്ട് ഒരു ലോൺ എടുക്കുന്ന സിറ്റുവേഷൻ. ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറെ പല ലോണുകളും, ഈ 10 million എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് 6ഉം 4ഉം ഇങ്ങനെ പല പല ലോണുകളായിട്ട് എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻറ്റും ആകും. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് ഇതിൻ്റെ 10% ആയിരുന്നു, ഇതിൻ്റെ 11% ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിട്ട് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 2 രീതി പഠിക്കാൻ പറ്റും. ഒന്ന്, സ്പെസിഫിക് ബോറോയിങ്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ പല പല ബോറോയിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. സോ സ്പെസിഫിക് ബോറോയിങ്സ് ആണ് വളരെ സിമ്പിളാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലത്തെ ഇത്രയും നേരം നമ്മൾ എന്താണോ പഠിച്ചത് അതേപോലെ തന്നെ. കാരണം നമ്മൾ പഠിച്ചാൽ എന്താ, ഒരൊറ്റ ബോറോയിങ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ലോൺ എടുത്തു, അത് വെച്ചിട്ട് നമ്മൾ ഫണ്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വന്ന ബോറോയിങ് കോസ്റ്റ് മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എങ്ങാനും വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇതിൽ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ക്യാപിറ്റലൈസ് ചെയ്യാൻ. ഇതാണ് സ്പെസിഫിക് ബോറോയിങ്സ് ആണെങ്കിലുള്ള സിറ്റുവേഷൻ. ഇത് ഫർദർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇത്രയും നേരം നമ്മൾ എന്താണോ പഠിച്ചത് സെയിം കാര്യം തന്നെയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, നിങ്ങൾ വേറെ വേറെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് ലോൺസിൽ നിന്നും ആണ് ഇത് ഫണ്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതിന് മുൻപ് 3-4 ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ നിങ്ങളിൽ കുറേ പൈസ ഉണ്ട്, ഈ പൈസ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്പെസിഫിക്കലി അറിയില്ല ഏത് ലോണിൽ നിന്നും എടുത്ത എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ ഫണ്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് എടുത്ത് വെച്ച കുറേ ലോണുകളുണ്ട്, അതിൽ നിന്നും എടുത്തിട്ടാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് റേറ്റ് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്.
ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ലോണുകളായിട്ടാണ് എടുത്തത്, വേറെ ലോണാണ് എടുത്തത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണ് എസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് കുറേ അധികം ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ ഏതോ ലോണിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സ്പെസിഫിക്കലി അറിയില്ല ഈ ക്യാഷ് ഏത് ലോണിൽ നിന്നും വന്നതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്തിട്ടാണ്. സോ മൊത്തം ലോൺസിൻ്റെ വെയിറ്റേജ് എടുത്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു 15 മില്യൻ്റെ ആവശ്യമുണ്ട്. സോ 15 മില്യൺ ആവശ്യമുണ്ട്. ആൻഡ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ലോണായിട്ട് എടുത്തു. ഒരു 10 മില്യൻ്റെ ഒരു ലോണും 5 മില്യൻ്റെ വേറൊരു ലോണും. ആൻഡ് ഈ 10 മില്യൻ്റെ ലോൺ ഞാൻ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12%. അതേപോലെ 5 മില്യൺ ഞാൻ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 13% അല്ലെങ്കിൽ 14% ആണ് എസ്യൂം ചെയ്യുക. 14% ആണ് എസ്യൂം ചെയ്യുക. ഇനി ഇതിൻ്റെ വെയിറ്റ് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, പെർസെൻറ്റേജ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയ ഒറിജിനൽ പെർസെൻറ്റേജ് ഞാൻ എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ മൊത്തമായിട്ട് നമ്മൾ ലോണായിട്ട് എടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 15 മില്യൺ ആണ്. സോ ഈ 15 മില്യണോട് എഴുതി വെക്കാം. ഇതാണ് മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 15 മില്യൺ ആണ്, മനസ്സിലായി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12% ആദ്യത്തെ ചെയ്യാം. 12% ഇൻറ്റു 10/15 ഇൻറ്റു 10/15 ചെയ്യുന്നെങ്കിൽ ഒന്നാമത്തേൻ്റെ വെയിറ്റ് കിട്ടും. ഇതേപോലെ രണ്ടാമത്തേൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ, 14% ഇൻറ്റു 5/15. അങ്ങനെ രണ്ടിൻ്റെയും വെയിറ്റേജ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഫിഗർ കിട്ടും. ആ ഫിഗർ രണ്ടും കൂടി ആഡ് ചെയ്താലാണ് യഥാർത്ഥ പെർസെൻറ്റേജ്, നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തേണ്ട ഫിഗർ നമുക്ക് കിട്ടുക. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസിൽ 8%, അതേപോലെ രണ്ടാമത്തെ കേസിൽ 4.66% കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 12.66% ആണ് നമ്മുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12.66% എന്ന് പറയുന്ന ഫിഗർ ആയിരിക്കും. ഇനി ലാസ്റ്റ് നോക്കാനുള്ളത്, ഏതൊരു സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്തും നമ്മൾ പറയാറുള്ളതാണ്, ഈ സ്റ്റാൻഡേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ FSൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ മെയിൻലി ചെയ്യാനുള്ളത് ദി എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദാറ്റ് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിൽ നമ്മൾ മൊത്തമായിട്ട് എത്ര എമൗണ്ട് ആണ് ക്യാപിറ്റലൈസ് ചെയ്തത് എന്ന് നമ്മൾ ഡിസ്ക്ലോഷർ നോട്ട്സിൽ എക്സാക്ട്ലി കൊടുക്കണം. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് യൂസ് ചെയ്തത്. അതെന്താ റേറ്റ്, നേരത്തെ കണ്ടെത്തിയില്ലേ, 12.66%. ഇതാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഈ രണ്ട് ഫിഗറും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രോപ്പർലി നമ്മൾ FSൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ മോൺഷോട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ റിക്വയർമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്ക് റിക്വയർമെൻറ്റ് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31st December 2013. സോ ഈ ഒരു സ്പെസിഫിക് ഇയർ എൻഡിൽ നമ്മൾ എത്രയാണ് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി സെനേരിയോ നോക്കാം. ഓക്കെ, സോ മൂൺഷോട്ട് ഹാഡ് ദ ഫോളോയിങ് ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ ഇയർ. ഈ ഒരു ഇയറിൽ ഇവർക്ക് 2 ലോൺസ് ഉണ്ടായിരുന്നു. ലൈക്ക് 18 മില്യൻ്റെ ഒരു ലോണും അതേപോലെ 26 മില്യൻ്റെ വേറൊരു ലോണും. ആൻഡ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒന്നിൻ്റെ 8% ആണ്, ഒന്നിൻ്റെ 10% ആണ്. സോ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ മൂവിങ് ഫോർവേഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ 2 ലോൺ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ കണ്ടെത്തണം. ആ റേറ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈക്ക് ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഓൺ 1st April 2013. സോ നമ്മൾ ഇയർ എൻഡ് എപ്പോഴും ഈ ബോറോയിങ് കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടൈം ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ടൈം ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലൈക്ക് എത്രയാണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. ഓക്കെ, സോ ഈ ടൈം ലൈനിൽ നമ്മൾ ഇയർ എൻഡാണ് ഫസ്റ്റ് എഴുതേണ്ടത്. നമ്മൾ ഇയർ എൻഡ് 31st December 2013 ആണ് നമ്മുടെ ഇയർ എൻഡ് വരുന്നത്. സോ ഇയറിൻ്റെ സ്റ്റാർട്ട് എപ്പോഴായിരിക്കും, അതെ 1st January 2013 ആണ് നമ്മൾ ഇയറിൻ്റെ സ്റ്റാർട്ട് വരുന്നത്. ആൻഡ് ലൈക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഓൺ 1st April 2013 മൂൺഷോട്ട് ബിഗാൻ കൺസ്ട്രക്ഷൻ ഓൺ എ ക്വാളിഫയിങ് അസറ്റ്. സോ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഇവർ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് വേറെ കളർ എടുക്കാം. സോ ഈ ഒരു പോയിന്റ് ആയപ്പം ഇവർ സ്റ്റാർട്ട് ചെയ്തു 1st April 2013. ഓക്കെ, ഇവർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വിഡ്രോ 10 million ഇൻ ഫണ്ട്സ് ഫോർ ദാറ്റ് പർപ്പസ്. സോ ഈ ഒരു ഡേറ്റിന് അവർ 10 million വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. സോ 10 million ഇവിടുന്ന് വിഡ്രോ ചെയ്തു ഈ ഒരു പോയിന്റിൽ. ഓക്കെ,
ഇനി ഫസ്റ്റ് മെയ് 2013, ഇനി ഏപ്രിൽ ആയിരുന്നു, ഏപ്രിൽ മെയ് അടുത്തൊരു മാസം ഫർദർ 6 million വാസ് വിഡ്രോൺ ഫോർ ദ സെയിം പ്രൊജക്റ്റ്. ഒരു മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഒരു പോയിന്റ് ആയപ്പം വീണ്ടും എന്ത് ചെയ്തു, ഇവരൊരു 6 million ഫർദർ വീണ്ടും വിഡ്രോ ചെയ്തു. സോ ഈ 10 million ഇവിടുന്ന് വിഡ്രോ ചെയ്തു, ഈ 6 million ഇവിടുന്ന് വിഡ്രോ ചെയ്തു. അങ്ങനെ 2 പാർട്ടായിട്ടാണ് വിഡ്രോ ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, സെയിം പ്രൊജക്റ്റ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലൈക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ കഴിയുന്നതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കൺസ്ട്രക്ഷൻ ഹാസ് ലാസ്റ്റഡ് ടിൽ ദ ഇയർ എൻഡ്. ഇങ്ങനെ പോയി ഇയർ എൻഡ് വരെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ബോറോയിങ് കോസ്റ്റ്, അതായത് ഇയർ എൻഡ് ഈ ഒരു സ്പെസിഫിക് ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്പെസിഫിക് ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാണ് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടെത്തുക. ഈ 2 ലോണും ഈ 2% കൊടുത്ത ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടെത്തുക. എന്നിട്ട് ഇവിടെ മുതൽ, അതായത് ഈ ഒരു പോയിന്റ് മുതലും കണ്ടെത്തുക, അതേപോലെ ഒരു മാസം കഴിഞ്ഞിട്ട് മെയിൽ ഇതാക്കിയ രണ്ടാമതും കണ്ടെത്തുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ കിട്ടും. കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഇതിൽ നിന്ന് എടുത്ത പൈസ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് എന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇത് രണ്ടും മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ആദ്യം ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, നമുക്ക് ഇവിടെ നോക്കാം. 18 അതേപോലെ 26 രണ്ടുമാണ് നമ്മളെ ഉള്ള ലോൺ. സോ 18 + 26, 18 + 26 എന്ന് പറയുമ്പം മൊത്തം 44 million ആണ് നമ്മളതിൽ ലോൺ ആയിട്ടുള്ള എമൗണ്ട്. സോ നമുക്ക് ആദ്യം റേറ്റ് വെച്ച് കണ്ടെത്താൻ പറ്റും. ക്യാപിറ്റലൈസേഷൻ റേറ്റ് എങ്ങനെ കണ്ടെത്തുക, 8% ഇൻറ്റു 18 × 18/44 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. സോ നമുക്ക് ചെയ്യാം. 8% ഇൻറ്റു 18/44 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3.27% ആണ് കിട്ടിയത്. ഇനി കളർ മാറ്റി അടുത്തത് ചെയ്യാം. അടുത്തത് ഏകദേശം ഇവിടെ ചെയ്യാം. അടുത്ത എത്ര വരുന്നത്, 26 ആണ് വരുന്നത്. സോ അതിൻ്റെ പെർസെൻറ്റേജ് 10% ആണ്. സോ 10% ഇൻറ്റു 26/44 നമുക്ക് ചെയ്ത് നോക്കാം. 10% ഇൻറ്റു 26/44 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എത്രയാണ്, 5.90%. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 3.27% പ്ലസ് 5.90% കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 3.27 പ്ലസ് 5.90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.17%. 9.17% ആണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടി, പക്ഷേ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് അല്ല ചോദിച്ചത്, ഇവർക്ക് ആ ബോറോയിങ് കോസ്റ്റിൻ്റെ ഫിഗറാണ് കിട്ടുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ടൈം ലൈൻ എടുത്ത് നോക്കാം. ടൈം ലൈൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏപ്രിലിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ഓൾമോസ്റ്റ് 9 months വരുന്നുണ്ട്. സോ 10 million ഞാൻ ലോൺ എടുത്തു, ഇൻറ്റു എത്ര മാസത്തേക്കാണ് ഞാൻ എടുത്തത്, 9 monthsലേക്കാണ്, മന്ത്സ്. സോ ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 million ഇൻറ്റു എത്ര നമ്മൾ പെർസെൻറ്റേജ് വരുന്നത്, 9.17% ഇൻറ്റു 9/12 ചെയ്യുന്നെങ്കിൽ നമുക്കൊരു റേറ്റ് കിട്ടും. ഓക്കെ, ഒരു ആൻസർ കിട്ടും. സോ നമുക്ക് ചെയ്ത് നോക്കാം. 10 million ഇൻറ്റു 9.17% ഇൻറ്റു 9/12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 687,750. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇതേപോലെ അടുത്തതും നമ്മൾ ഇതിന് ശേഷം, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 6 million വീണ്ടും എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് എടുത്ത ഡേറ്റ് എപ്പോഴാണ് വരുന്നത്, 1st May ആണ്. സോ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 8 months ആണ് വരുന്നത്. സോ ഈ കേസിൽ അതായത് 6 million എന്ന് പറയുന്നത് 8 monthsലേക്കാണെന്ന് മനസ്സിലായി. അപ്പം 6 million ഇൻറ്റു 9.17% ഇൻറ്റു 8/12 ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 6 million ഇൻറ്റു 9.17% ഇൻറ്റു 8/12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 366
800. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 687,750 പ്ലസ് 3,668,00. ഇത് ആഡ് ചെയ്യണമെങ്കിൽ 1,045,4,550 ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. പക്ഷേ നിങ്ങൾ ആൻസറിൽ നോക്കുമ്പോൾ ഇതേ ആൻസർ ഇവിടെ വന്നിട്ടില്ല. അപ്പം ഇത് റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ എടുത്ത പെർസെൻറ്റേജ് ഇതാ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസിലെടുത്തത്. ഇത് ഇവർ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഇവർ 3.3% എന്നായിരിക്കും ഇവരുടെ ആൻസർ ഉണ്ടാവുക. അതേപോലെ ഇത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുത്ത പെർസെൻറ്റേജ് എത്രയാണ്? 9.17 അല്ല എടുത്തത്. അത് ഇവർ ചെയ്തപ്പോൾ 9.2 റൗണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. സോ ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പം ഇത് ആൻസറായിട്ട് വരേണ്ടത് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. ഇത് തന്നെയാണ് ആൻസർ വരേണ്ടത്. അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആ റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ആണ്. അത് ഒഴിച്ച് ചേർത്തിയാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വേണ്ടത്. സോ 2 ലോൺ തന്നിട്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആസ് ഓഫ് നൗ ക്ലിയർ ആയിട്ടുണ്ടാവും. 2 ലോൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടെത്തുക. ആ റേറ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതിൽ പറയുന്നത് എന്താ? വാട്ട് എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ദ ഇയർ എൻഡ് 31st December 2017. സോ ഞാൻ എപ്പോഴും പറയും, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടൈം ലൈൻ വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കുറവാണ്. നമുക്കൊരു ടൈം ലൈൻ വരയ്ക്കാം. സോ ടൈം ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇയർ എൻഡ് ആണ്. 31st December 2017. സോ ഇയറിൻ്റെ സ്റ്റാർട്ട് വരുന്നത് 1st January 2017. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് എന്നിട്ടേ നിങ്ങൾ ക്വസ്റ്റ്യൻ വരെ വായിക്കാൻ പാടുള്ളൂ, അല്ലെ സെനേറിയോ വായിക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ നമുക്ക് വായിച്ചു നോക്കാം. ഒറിങ്കോ borrowed 3 million at 9% to finance construction of a factory on 1st May 2017. സോ ഇവരെന്ത് ചെയ്തു? ഒരു 3 million ലോൺ എടുത്തു. ഏത് ഡേറ്റിന് എടുത്തത്? ഇവിടെ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1st May 2017. സോ മെയ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരുന്ന എസ്യൂം ചെയ്യാം. 1st May 2017. ഓക്കെ, ഇവരെത്ര ലോൺ എടുത്തത്? ലോൺ എടുത്തത് 3 million ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. വർക്ക് ഓൺ ദ പ്രൊജക്ട് ബിഗാൻ ഓൺ 1st June 2017. സോ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെയ്ക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. മെയ്ക്ക് ഇവർ ലോൺ എടുത്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ജൂണിനാണ്. സോ മെയ്, ജൂൺ, ഒരു മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഈ പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. 1 million ഓഫ് ദ ലോൺ വാസ് നോട്ട് റിക്വയർഡ് ടു ബി സ്പെൻഡ് അൺടിൽ 1st September 2017. സോ വാസ് റീഇൻവെസ്റ്റഡ് അൺടിൽ ദെൻ അറ്റ് 7%. സോ ഇവർ 3 million ആണല്ലോ ലോൺ എടുത്തത്. ഈ 3 million ലോൺ എടുത്തതിൽ 2 million ആയിരുന്നു ഇപ്പോൾ ആവശ്യമുള്ളൂ. ബാക്കി 1 million സെപ്റ്റംബർ വരെ ആവശ്യമില്ലായിരുന്നു. സോ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? വേറൊരു സ്ഥലത്ത് റീഇൻവെസ്റ്റ് ചെയ്തു. ചെയ്ത് എന്താ? അവർക്ക് റിട്ടേൺസ് കിട്ടും. ആ റിട്ടേൺസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ 2 കളേഴ്സ് യൂസ് ചെയ്യാം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റാണ്. സോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇയർ എൻഡ് വരെ വർക്ക് അവസാനിക്കുന്നതായിട്ടൊന്നും പറയുന്നില്ല. സോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ് വരുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7 months. 7 months എന്തുണ്ട്? നമ്മളെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോ 7 monthsത്തെ ക്യാഷ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. പകരം അതിന് പുറമെ നമ്മൾ വേറെ എവിടെയോ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കുറക്കും വേണം. സോ ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ബോറോയിങ് കോസ്റ്റ് കണ്ടെത്താം. ബോറോയിങ് കോസ്റ്റ് നമുക്ക് കണ്ടെത്താം. അത് നമ്മൾ ചെയ്യേണ്ട ഫിഗർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 million ഇൻറ്റു 9% ഇൻറ്റു 7/12. ഓക്കെ, 3 million ഇൻറ്റു 9% ഇൻറ്റു 7/12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. 1,57,500 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ പൈസ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ കുറക്കണം. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫിഗർ എത്രയാണ്? 1 million. അപ്പം ഒരു ടൈം ലൈനിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ മുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കളർ മാറ്റാം. ഇവിടെ മുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഏത് വരെ? നമ്മൾ സെപ്റ്റംബർ വരെ. ഇത് സെപ്റ്റംബർ എന്ന് എസ്യൂം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ലൈൻ എന്ന് പറയുന്നത് ലോൺ എടുത്തത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കൂട്ടണ്ട, ഓഗസ്റ്റ്, കാരണം സെപ്റ്റംബർ 1 വരെ ആണല്ലോ. സോ സെപ്റ്റംബർ കൂട്ടണ്ട. 4 months നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന മന്ത് എത്രയാണ്? ഈ ഒരു മന്ത്ത്തെ കഥ നമ്മൾ കൂട്ടണ്ട. കാരണം നമ്മൾ ഏത് മുതലാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്, അത് മുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിട്ടേൺസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇതിൽ നിന്നും കുറക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1st June സോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസത്തെ റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. സോ 1 million ഇൻറ്റു
നമുക്ക് കിട്ടിയ റിട്ടേൺസ് എത്ര 7%. ഓക്കെ, 7% ഇൻറ്റു 3/12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 17,500 ആണ് നമുക്ക് കിട്ടിയ റിട്ടേൺസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതെങ്ങനെയാണ് ചെയ്തത്? 1 million ഇൻറ്റു 7% ഇൻറ്റു 3/12 ഇത് ചെയ്തപ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടിയത്. ഇത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഈ ഒരു ഫിഗർ നമ്മൾ ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടും 1,14,000. ഈ 1,14,000 ഓപ്ഷൻ എ ഇത് വേണം നിങ്ങൾ ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ഇയർ എൻഡിൻ്റെ സമയത്ത് ക്യാപിറ്റലൈസ് ചെയ്യാൻ. നമ്മളോട് ചോദിച്ചത് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ഇയർ എൻഡിൻ്റെ സമയത്ത് എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? സോ ഇനി നമുക്കൊരു തിയറി ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോറോയിങ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് അണ്ടർ IAS 23? സോ IAS 23ൻ്റെ അണ്ടറിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ഏതാ? ഒരു ക്വാളിഫയിങ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാനോ അക്വയർ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ. ആൻ ഓവർ ഡ്രാഫ്റ്റ് യൂസ്ഡ് ടു ഈസ് ടെമ്പററി ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ്. നമുക്ക് തൽക്കാലമുള്ള ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് പരിഹരിക്കാൻ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരുന്ന ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇല്ല, നമ്മളൊരു ക്വാളിഫയിങ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഓപ്ഷൻ എ വരില്ല. ഇനി ബി നോക്കാം. എ ലോൺ ടേക്കൺ ഔട്ട് ടു ഡീൽ വിത്ത് ദ അൺഎക്സ്പെക്റ്റഡ് ലീഗൽ ക്ലെയിംസ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ലീഗൽ ക്ലെയിംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ക്വാളിഫയിങ് അസറ്റ് ആണോ? അല്ല. സോ അതും വരില്ല. ഇനി സി, a loan to install new machinery in a factory and get into production. സോ മെഷീനറി എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ടൈം എടുത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതൊരു ക്വാളിഫയിങ് അസറ്റ് ആണ്, ഫാക്ടറിയിലുള്ളതല്ലേ. സോ ഒരു ക്വാളിഫയിങ് അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വാളിഫയിങ് അസറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബോറോയിങ് കോസ്റ്റ്, അതിൻ്റെ മേലെ വരുന്ന ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി ഡി എന്താണെന്ന് നോക്കാം. സോ എ കമ്പനി കാർ ഒബ്റ്റെയിൻഡ് ഓൺ ലീസ്. കമ്പനി കാർ ക്വാളിഫയിങ് അസറ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് വരാൻ പാടില്ല? ബോറോയിങ് കോസ്റ്റായി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇനി ലാസ്റ്റായിട്ടൊരു തിയറി ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. കാരണം നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു പോർഷൻ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി എലിജിബിൾ ബോറോയിങ് കോസ്റ്റ് ആസ് ഐഡൻറ്റിഫൈഡ് ആസ് ഡിഫൈൻഡ് ഇൻ IAS 23 ബോറോയിങ് കോസ്റ്റ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഏതൊക്കെയാണ് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോറോയിങ് കോസ്റ്റ് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലോൺ എടുത്തിട്ട് അതിന് വരുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല ബോറോയിങ് കോസ്റ്റ്, അതല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ കയറി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ഈ ഡെഫിനിഷനിൽ ഇവർ ഏതൊക്കെയാണ് ബോറോയിങ് കോസ്റ്റ് കാറ്റഗറിയിൽ വരുത്തുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന് നമ്മളെന്തെങ്കിലും പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി അത് ബോറോയിങ് കോസ്റ്റ് തന്നെയാണ്. നമ്മൾ കടം പോലെയല്ല. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ എന്താ? ടെക്നിക്കലി ഒരു കടം തന്നെയാണ്. അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമ്പനിക്ക് അവരിൽ നിന്നും കടം എടുത്തത് കൊണ്ടാണല്ലോ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അതും ഒരു ബോറോയിങ് കോസ്റ്റ് പോലെ തന്നെയാണ്. സോ ഇത് വരും. നമ്പർ 1 വരും. നമ്പർ 2, ഡിസ്കൗണ്ട് ഓൺ ദ ഇഷ്യൂൻസ് ഓഫ് കൺവേർട്ടബിൾ ഡെപ്റ്റ്. അഗെയിൻ ഡെപ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. അതായത് $100 അല്ലെങ്കിൽ $100 ഒരു കൺവേർട്ടബിൾ ലോണോട്ട് നമ്മൾ $90 കൊടുക്കണം. അപ്പോൾ $10 നമുക്ക് നഷ്ടമാണ്, നമുക്കൊന്നൊരു എക്സ്പെൻസ് ആണ്. ഈ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ $10 സാക്രിഫൈസ് ചെയ്യേണ്ട വന്നത്. അതും ബോറോയിങ് കോസ്റ്റ് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, സോ 2 വരും. ഇനി 3 നോക്കാം. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും P&L കാണിക്കേണ്ടതും. സോ ഇതും വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ലീസ് ലൈബിലിറ്റി. ലീസ് ലൈബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലീസ് ലൈബിലിറ്റി ആസ് എ ടൈം പ്രോഗ്രസ് ഇങ്ങനെ കൂട്ടി വരും. ആ ലൈക്ക് ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടി വരും. അതും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം ഇനീഷ്യലി ആ 4 കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആ 4 കാര്യങ്ങൾ ഇവിടെ ഓപ്ഷനായി തന്നിട്ടുണ്ട്. സോ ആൻസർ വരേണ്ടത് 4 ഉൾപ്പെട്ട ഓപ്ഷൻ ഏതുള്ളത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റാൻഡേർഡാണ് IAS 23 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. IAS 23 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഭയങ്കര കോംപ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലിപ്പോൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താ? ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. യൂഷ്വലി നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഒരു സ്റ്റാൻഡേർഡാണ് തരുന്നത്. ഓക്കെ, അത് ഏതൊക്കെ അസറ്റിന്? എല്ലാ അസറ്റും അല്ല, ഒരു ക്വാളിഫയിങ് അസറ്റ് ആയിരിക്കണം. ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ടൈം ലൈൻ ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ട എന്താ? ഒരു ടൈം ലൈൻ വരക്കുക, ഇയർ എൻഡ് മാർക്ക് ചെയ്യുക.
ഇയർ എൻഡ് മാർക്ക് ചെയ്യുക, ഇയറിൻ്റെ സ്റ്റാർട്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഏത് പോയിന്റിലാണ് ആ 3 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് ഇവിടെ ഏപ്രിലാണ് എസ്യൂം ചെയ്യുക. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും പോയിന്റ് സസ്പെൻഷൻ, ഏതെങ്കിലും പോയിന്റിൽ നമ്മളിത് സസ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടോ, അതുണ്ടെങ്കിൽ കറക്റ്റ് അത് മാർക്ക് ചെയ്തിട്ട് അവിടെ മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്നിട്ട് ഇയർ എൻഡ് ഇപ്പം യൂഷ്വലി നമ്മൾ സീസ് ചെയ്യുന്ന പോയിന്റ് വരെ, ഈ ഒരു ലൈക്ക് കൺസ്ട്രക്ഷൻ സീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിർത്തുന്ന പോയിന്റ് വരെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇയർ എൻഡിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇയർ എൻഡിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടില്ലെങ്കിൽ എത്ര മന്ത് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സസ്പെൻഷൻ ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യുക. ആൻഡ് പിന്നെ കോംപ്ലിസിറ്റി വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള മനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ എടുത്ത ലോണിൽ നിന്നും നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. സോ ഓവർലാപ്പിംഗ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ലോണ് ജനുവരി തൊട്ട് എടുത്തു, പക്ഷേ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിലാണെങ്കിൽ ഈ ഒരു ടൈം ലൈനിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇതിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. യൂഷ്വലി ഉള്ള പോലെ തന്നെ നമ്മൾ P&L ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമായി കാണിച്ചാൽ മതി. ഇവിടെ ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺസ് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ഇതിൽ നിന്നും കിട്ടുന്ന ബോറോയിങ് കോസ്റ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. സോ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഈ കേസിൽ കണ്ടോ, ഇതാണ് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നത്, ഇത് ഓവർലാപ്പിംഗ് അല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബോറോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പം മാക്സിമം എല്ലാവരും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനിയും ഫർദർ കപ്ലാൻ BPB പോലുള്ള കിറ്റ്സ് യൂസ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു ഫുൾ പിക്ചർ ഇതിനെ നേടാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.